ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന ഒന്നാണ് കംഫർട്ട്. ഈ കംഫർട്ട് നമ്മൾ എന്തിനാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്? അലക്കിയെടുത്ത തുണികൾക്ക് നല്ലൊരു സ്മെല്ല് കിട്ടുന്നതിനും അതുപോലെ തന്നെ ആ തുണികൾക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടുന്നതിനും വേണ്ടിയാണ് കംഫർട്ട് ഉപയോഗിക്കാറുള്ളത്. തുണികളിൽ മുക്കാൻ മാത്രമല്ല കേട്ടോ, ഈ കംഫർട്ട് ഉപയോഗിച്ച് ഒരു 100 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കംഫർട്ട് കൊണ്ട് വീട്ടമ്മമാർക്കെല്ലാം യൂസ്ഫുൾ ആകുന്ന കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ഒരു സോസ് പാനിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരല്പം കംഫർട്ട് ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് അരമുടി കംഫർട്ട് മാത്രം ഒഴിച്ചാൽ മതി. ഇനി ഇത് സ്റ്റവിൽ വെച്ച് നമുക്ക് നന്നായിട്ടും തിളപ്പിച്ചെടുക്കാം. ഇതേ നമ്മുടെ കംഫർട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്ത് സ്മെല്ലാണെന്നറിയാം ഇവിടെ നിറയെ. നമ്മുടെ റൂമിനകത്തും കിച്ചണിലും എല്ലാം നല്ലൊരു ഫ്രഷ്നെസ്സിൻ്റെ സ്മെല്ലാണ് കേട്ടോ. നോൺ വെജൊക്കെ വാഷ് ചെയ്യുമ്പോഴും കുക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ കിച്ചണിൽ വല്ലാത്തൊരു ബാഡ് സ്മെല്ല് ഉണ്ടാവാറില്ലേ? അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് കുറച്ച് കംഫർട്ട് എടുത്ത് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചാൽ മതി. ആ ബാഡ് സ്മെല്ലൊക്കെ മാറി നമ്മുടെ വീടിന് ഉൾഭാഗം മുഴുവൻ നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും. 1 മിനിറ്റോളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം. നോൺ വെജൊക്കെ കഴുകി കഴിയുമ്പോൾ നമ്മുടെ കിച്ചൺ സിങ്കിൽ നിന്നും വല്ലാത്തൊരു ബാഡ് സ്മെല്ല് വരാറില്ലേ? എത്ര ഡിഷ് വാഷ് ഇട്ട് കഴുകിയാലും ആ സ്മെല്ല് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങ് മാറി കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ കംഫർട്ടിൻ്റെ കുറച്ച് വെള്ളം ഉണ്ടാക്കി ഈ സിങ്കിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. രാത്രി നമ്മുടെ കിച്ചൺ ജോലി എല്ലാം തീർന്നതിന് ശേഷം ഇതുപോലെ കംഫർട്ട് വെള്ളം ഉണ്ടാക്കി ഈ സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ രാവിലെ നമ്മൾ കിച്ചണിലേക്ക് കയറുമ്പോൾ നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആയിരിക്കും നമുക്ക് തോന്നുന്നത്. ബാക്കിയുള്ള കംഫർട്ട് വെള്ളം നന്നായിട്ടും തണുത്തതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇറച്ചിയോ മീനോ മുട്ടയോ ഒക്കെ കുക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സ്റ്റൗ ടോപ്പിലും അതിൻ്റെ സൈഡിലും ഒക്കെ വല്ലാത്തൊരു ഉളുമ്പ് സ്മെല്ല് ഉണ്ടാവാറില്ലേ? ഡിഷ് വാഷൊക്കെ ഇട്ട് എത്ര ക്ലീൻ ചെയ്താലും ആ സ്മെല്ല് അങ്ങോട്ട് മാറി കിട്ടില്ല. അപ്പോൾ അങ്ങനെ ആ ബാഡ് സ്മെല്ലുള്ള സമയത്ത് നമ്മുടെ ഈ വെള്ളം കുറച്ച് സ്റ്റൗ ടോപ്പിലൊക്കെ സ്പ്രേ ചെയ്തിട്ട് ഒരു തുണി കൊണ്ടൊന്ന് തുടച്ച് ക്ലീൻ ചെയ്താൽ മതി. ഇറച്ചിയുടെയും മുട്ടയുടെയും മീനിൻ്റെയും ഒക്കെ ആ ബാഡ് സ്മെല്ല് പെട്ടെന്ന് തന്നെ അങ്ങ് മാറി കിട്ടും. ബാഡ് സ്മെല്ല് മാറാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ പ്രധാനപ്പെട്ട ഒരു വിഹാര കേന്ദ്രമാണ് നമ്മുടെ സ്റ്റൗ ടോപ്പ്. അപ്പോൾ ഈ കംഫർട്ട് വെള്ളം കൊണ്ട് ഇങ്ങനെ തുടച്ചിട്ടാൽ പല്ലിയും പാറ്റയും ഒന്നും ഇതിൻ്റെ അടുത്തേക്ക് പോലും വരില്ല. അത്രയ്ക്കൊരു സ്മെല്ലാണ് കംഫർട്ടിന്. അതുപോലെ തന്നെ ബാഡ് സ്മെല്ലുള്ള മറ്റൊരു സ്ഥലമാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ പാലും കറിയും ഒക്കെ വീണ് വല്ലാത്തൊരു സ്മെല്ലായിരിക്കും നമ്മുടെ ഡൈനിങ് ടേബിളിൽ നിന്ന് വരുന്നത്. ഓരോ പ്രാവശ്യവും ഫുഡ് കഴിച്ചതിന് ശേഷം ഈ വെള്ളം കുറച്ച് സ്പ്രേ ചെയ്തിട്ട് ഒരു തുണി കൊണ്ട് ഡൈനിങ് ടേബിൾ ഒന്ന് തുടച്ചിട്ടാൽ മതി. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിളിൽ നിന്നും ഒരിക്കലും ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല. നോൺ വെജൊക്കെ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ കിച്ചൺ സിങ്ക് സോപ്പൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാറില്ലേ? അതിനുശേഷം ഈ വെള്ളം കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നോൺ വെജിൻ്റെയൊക്കെ ആ ബാഡ് സ്മെല്ല് നമ്മുടെ കിച്ചൺ സിങ്കിൽ നിന്നും ഒരിക്കലും ഉണ്ടാവില്ല. നമ്മുടെ കംഫർട്ട് വെള്ളം കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചാൽ ഡെയിലി നമുക്കിങ്ങനെ നോൺ വെജൊക്കെ കഴുകിയതിന് ശേഷം കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യാൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സ്ലാബിലും ഭിത്തിയിലുമൊക്കെ ഉറുമ്പിൻ്റെയും പല്ലിയുടെയും പാറ്റയുടെയൊക്കെ ശല്യം ഇല്ലാതാക്കാനായിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. സന്ധ്യാസമയത്ത് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നമ്മുടെ വീടിനകത്തും കട്ടിലിനടിയിലും മേശക്കടിയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അവിടെയൊക്കെ ഒളിച്ചിരിക്കുന്ന കൊതുകിനെ തുരത്തി കൊടുക്കാൻ നല്ലൊരു ടിപ്പാണിത്. കംഫർട്ടിൻ്റെ ആ സ്മെല്ല് തീരുന്നത് വരെ ഒരൊറ്റ കൊതുക് പോലും നമ്മുടെ വീടിനകത്തേക്ക് പിന്നെ പ്രവേശിക്കില്ല. മഴക്കാലത്തൊക്കെ നമ്മുടെ കർട്ടനിലും അതുപോലെ തന്നെ ബെഡ്ഷീറ്റിലും ഒക്കെ വല്ലാത്തൊരു പൂപ്പലിൻ്റെ സ്മെല്ല് ഉണ്ടാവാറില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആ സമയത്ത് കംഫർട്ട് കൊണ്ടുള്ള ഈ വെള്ളം ഉണ്ടാക്കി കർട്ടനിലും അതുപോലെ ബെഡ്ഷീറ്റിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. കംഫർട്ട് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്തതിന് ശേഷം AC ഇടുകയോ ഫാൻ ഓണാക്കുകയോ ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ റൂമിനകത്ത് മുഴുവനും. കുട്ടികളുടെ സ്റ്റഡി റൂമിലും ലിവിങ് റൂമിലൊക്കെ നമ്മൾ ഇതുപോലെ ഫ്ലവർ വേസ് വെക്കാറില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഫ്ലവർ വേസിലേക്ക് നമുക്കിത് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുന്നത്. അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പാഴ്സൽ ഫുഡൊക്കെ വാങ്ങിച്ചതിന് ശേഷം വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ഒരു പാത്രമാണ് കേട്ടോ ഇത്. ഇതിൻ്റെ അടുപ്പിൽ ഒരു പപ്പടക്കമ്പി ചൂടാക്കി ഇതുപോലെ നമുക്ക് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കോട്ടനാണ്. കോട്ടൺ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പഴയ കോട്ടൺ തുണിയോ അല്ലെങ്കിൽ കുറച്ച് ടിഷ്യൂ പേപ്പറോ എടുത്താൽ മതി. നമ്മുടെ കംഫർട്ട് കുറച്ചെടുത്ത് ഈ കോട്ടണിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 സ്പൂണോളം കംഫർട്ടാണ് കേട്ടോ ഞാനിവിടെ ഒഴിക്കുന്നത്. കംഫർട്ട് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചെടുക്കാം. ഇനി ഇത് നമ്മുടെ ബെഡ്റൂമിലോ ഡൈനിങ് റൂമിലോ കിച്ചണിലോ എവിടെ വേണേലും വെക്കാം. ഇത് വെക്കുന്നിടത്ത് നല്ലൊരു ഫ്രഷ്നെസ് ഫീലായിരിക്കും ഉണ്ടാകുന്നത്. വെറുതെ ഒത്തിരി പൈസയൊക്കെ മുടക്കി റൂം ഫ്രഷ്നർ ഒന്നും ഇനി ആരും വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ കംഫർട്ട് കൊണ്ട് ഇങ്ങനെ ചെയ്തു വെച്ചാൽ മതി. ടോയ്ലറ്റൊക്കെ നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ടാലും ചിലപ്പോഴൊക്കെ അതിൽ നിന്നും വല്ലാത്തൊരു ബാഡ് സ്മെല്ല് ഉണ്ടാവാറില്ലേ?
കുട്ടികളൊക്കെയുള്ള വീടാണെങ്കിൽ പ്രത്യേകിച്ച് പറയാനുമില്ല. അവരൊക്കെ എപ്പോഴും പോയി മൂത്രം ഒഴിച്ച് വല്ലാത്തൊരു സ്മെല്ലായിരിക്കും ടോയ്ലറ്റിൽ നിന്നുണ്ടാവുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ടോയ്ലറ്റിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി വെച്ചാൽ ടോയ്ലറ്റിൽ നിന്നുള്ള ബാഡ് സ്മെല്ല് തീർത്തും ഇല്ലാതാക്കാൻ സാധിക്കും. അപ്പോൾ അധികം പൈസ മുടക്കമൊന്നുമില്ലാതെ വെറും 1 സ്പൂൺ കംഫർട്ട് മാത്രം മതി നമുക്ക് നല്ലൊരു അടിപൊളി റൂം ഫ്രഷ്നർ ഉണ്ടാക്കിയെടുക്കാൻ. നമ്മുടെ അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 സ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ വീടിനകത്തെ ബാഡ് സ്മെല്ലിനെ അബ്സോർബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നല്ലൊരു പോസിറ്റിവിറ്റി നിറയ്ക്കാനും കഴിവുള്ള ഒന്നാണ് കടുക്. അങ്ങനെയുള്ള കടുകിലേക്ക് നമ്മുടെ കംഫർട്ട് കൂടി ചേരുമ്പോൾ നല്ലൊരു എഫക്റ്റാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. 1 സ്പൂൺ കടുകിലേക്ക് ഏകദേശം അത്രയും തന്നെ കംഫർട്ടാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. 1 സ്പൂൺ കൊണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നമ്മുടെ കിച്ചണിൽ വെക്കുകയാണെങ്കിൽ കിച്ചണിലുള്ള ആ ബാഡ് സ്മെല്ലെല്ലാം മാറിക്കിട്ടും. നോൺ വെജൊക്കെ വാഷ് ചെയ്യുമ്പോഴും കുക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ കിച്ചണിലുണ്ടാകുന്ന ആ ബാഡ് സ്മെല്ല് മാറിക്കിട്ടാൻ ഇങ്ങനൊരു സൂത്രം ചെയ്തു വെച്ചാൽ മതി. കടുകും കംഫർട്ടും ചേർന്ന ഈ ഒരു മിക്സ് ഉണ്ടാക്കി നമ്മുടെ ബെഡ്റൂമിലും ലിവിംഗ് റൂമിലൊക്കെ വെച്ചാൽ അവിടെയൊക്കെ നല്ലൊരു പോസിറ്റിവിറ്റി നിറയുകയും അതുമാത്രമല്ല നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്.